നിധി പ്രിൻസിപ്പലിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സുധി ഫോൺ വിളിക്കുകയാണ്. എന്നിട്ട് ചോദിക്കും, അച്ഛനും കൂടെ വന്നിട്ടുണ്ടല്ലേ, അതെന്താ എന്നോട് പറയാഞ്ഞത്? ആൻഡ്രൂസ് പറഞ്ഞിട്ട് വേണോ ഞാൻ അറിയാൻ? നിധി ചോദിക്കും, നിങ്ങളുടെ അച്ഛൻ കാറ് തടഞ്ഞ് കയറിയതിന് ഞാൻ എന്ത് ചെയ്യാനാ? എങ്ങാനും അച്ഛൻ മോശമായിട്ട് പെരുമാറിയാ അപ്പം ഇറക്കി വിട്ടണം. അത് എവിടെയാണെന്നൊന്നും നോക്കണ്ട. ലേഡി സ്റ്റാഫ് വന്നിട്ട് നിധിയോട് പറയും, പ്രിൻസിപ്പൾ ഔട്ട് ഓഫ് സ്റ്റേഷനാണ്, 3-4 ദിവസം കഴിഞ്ഞിട്ടേ വരുമെന്ന് പറഞ്ഞു. നിധി പറയും, എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയേ പറ്റൂ, ഇനി ഞാൻ എന്താ വരേണ്ടത്? അവർ പറയും, അതിന് കുറച്ച് പ്രൊസീജിയേഴ്സും ഉണ്ട്. ആദ്യം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു പരാതി കൊടുക്കണം. ആ FIRൻ്റെ കോപ്പിയായിട്ട് വേണം ഇവിടെ ചെന്ന് അപേക്ഷിക്കാൻ. നിധി അവിടെ ഒരു ലെറ്റർ എഴുതി കൊടുക്കുകയാണ്. നിധി പുറത്തോട്ട് വരുമ്പോൾ അരുണെ നിധിയെ ഇടിക്കുന്ന രീതിയിൽ കാറ് കൊണ്ട് വരികയാണ്. നിധി പേടിച്ചിരിക്കുന്നത് കാണുമ്പോൾ സുധിയുടെ അച്ഛൻ പുറത്തിറങ്ങിയിട്ട് അരുണിനോട് ചൂടായിട്ട് സംസാരിക്കും. അരുണ് നിധിയോട് ചോദിക്കും, അച്ഛൻ്റെ ഔദാര്യമൊന്നും വേണ്ടെന്നല്ലേ നീ പറഞ്ഞ്? നീ അച്ഛൻ്റെ കാശുകൊണ്ടല്ലേ പഠിച്ചത്? ഇപ്പം നിനക്ക് ആ സർട്ടിഫിക്കറ്റ് വേണമല്ലേ? ആ സർട്ടിഫിക്കറ്റ് നിനക്ക് ജന്മം കിട്ടില്ല, അതിന് ഞാൻ സമ്മതിക്കില്ല. നിധി ചോദിക്കും, താൻ ആരാന്ന് തൻ്റെ വിചാരം? ഞാൻ പഠിച്ച് പാസ്സായതാ, അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഞാൻ വാങ്ങിയിരിക്കും. നിധിയുടെ കയ്യിൽ നിന്ന് ആ ഫോം വാങ്ങി അരുൺ കീറിക്കളയാണ്. അച്ഛൻ പോയിട്ട് അരുണിനെ ചോദ്യം ചെയ്യുമ്പോൾ അരുണ് അച്ഛനെ പിടിച്ച് ഉന്തുകയാണ്. നിധി പറയും, ഇനി ഇങ്ങനെയാണെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. ദേഷ്യം വന്നിട്ട് അരുണ് നിധിയുടെ മുഖത്തിട്ട് അടിക്കുകയാണ്. ഇത് കണ്ട് അച്ഛൻ ചോദ്യം ചെയ്യും. അരുണ് അച്ഛനോടും തട്ടിക്കയറുമ്പോൾ അച്ഛൻ അരുണിൻ്റെ മുഖത്തിട്ട് അടിക്കുകയാണ്. അരുണിൻ്റെ കൂടെ ഉള്ളവൻ അച്ഛനെതിരെ തിരിയുമ്പോൾ അച്ഛൻ അവനെയും അരുണിനെയൊക്കെ അടിക്കുകയാണ്. അരുണ് കാറിൽ പോയിട്ട് ഒരു കത്തി എടുത്ത് കൊണ്ടുവന്നിട്ട് അച്ഛനെ കത്തി വെച്ച് കുത്തുകയാണ്. നിധി ഇത് കാണാൻ പറ്റാതെ കണ്ണടച്ച് നിൽക്കുമ്പോൾ അച്ഛൻ ആ കത്തി കൈകൊണ്ട് പിടിക്കും. എന്നിട്ട് അരുണിനെ ചവിട്ടി അപ്പുറത്തേക്ക് ഇടുകയാണ്. അരുണെ എണീക്കുമ്പോഴേക്കും അവിടെ ആൾ കൂടും. അവിടെ ഉള്ളവർ വരും, അടിയും വഴക്കൊന്നും ഇതിൻ്റെ ഉള്ളിൽ വെച്ച് പറ്റില്ല, അരുണിനോടൊക്കെ ഇറങ്ങി പോകാൻ പറയും. നിധി അച്ഛൻ്റെ കയ്യിലെ മുറി കണ്ടിട്ട്, വാച്ച നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്നൊക്കെ പറയും. അച്ഛൻ പറയും, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നിധി കാരണം അച്ഛനോട് ചോദിക്കും, വേദന ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. അച്ഛൻ പറയും, കുഴപ്പമൊന്നുമില്ല മോൾ, നിൻ്റെ ചേട്ടൻ എന്താ ഇങ്ങനെ? വിദ്യാഭ്യാസമുള്ള ആളല്ലേ, ഇങ്ങനെയൊക്കെ പെരുമാറുന്ന ഒരു പെൺകുട്ടിയോട്? നിധി ഡ്രൈവറോടപ്പോഴും വേഗം ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലേക്ക് വിടുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹോസ്പിറ്റലിൽ ചെന്ന് ഡ്രസ്സ് ചെയ്ത് കഴിയുമ്പോൾ നിധി ചോദിക്കും, എങ്ങനെയുണ്ട് അച്ഛന്? അച്ഛൻ പറയും, ഒന്നുമില്ല മോളെ, ചെറിയൊരു പോറലേ ഉള്ളൂ. ഡോക്ടർ പറയും, പോറലൊന്നുമല്ല, 4 സ്റ്റിച്ചുണ്ട്, ഒരു ദിവസം ഇടവിട്ട് വന്ന് ഡ്രസ്സ് ചെയ്യണം. പോകുന്ന വഴിക്ക് കാറിൽ പാട്ട് വെക്കുമ്പോൾ അച്ഛൻ അതൊന്നും ഇഷ്ടാവില്ല. നിധി പറയും, ഞാൻ വെച്ച് തരാമെന്ന് പറഞ്ഞിട്ട് തങ്ക മനസ്സ് അമ്മ മനസ്സ് പാട്ട് വെക്കുകയാണ്. അച്ഛനതും കേട്ട് ആസ്വദിച്ചിരിക്കുമ്പോൾ ഡ്രൈവർ ഇടയ്ക്ക് ഉറങ്ങിപ്പോകുന്നത് അച്ഛൻ കാണും. അച്ഛൻ ചോദിക്കും, ഡ്രൈവ് ചെയ്യുമ്പോൾ നീ ഉറങ്ങാണോ? അവൻ പറയും, ബിരിയാണി കഴിച്ചതിൻ്റെ ആയിരിക്കും. എന്നാൽ നീ എവിടെയെങ്കിലും ഒന്ന് ഒതുക്ക്, എന്നിട്ടൊരു ചായ കുടിക്കേ. ഡ്രൈവർ ഒരു ചായക്കടയുടെ മുന്നിൽ നിർത്തി ചായ കുടിക്കാൻ ഇറങ്ങാണ്. നിധിയും അച്ഛനും വരുന്നില്ലെന്ന് പറയും. നിധി അച്ഛനെങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അച്ഛൻ ചോദിക്കും, എന്താ മോളെ? നിധി ചോദിക്കും, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്നോട് ദേഷ്യപ്പെടരുത്. അച്ഛൻ പറയില്ല, ചോദിച്ചോന്നറിയും. നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ കൊന്നതാണോ? ഇത് കേൾക്കുമ്പോൾ അച്ഛൻ ആദ്യമൊന്നും മിണ്ടില്ല. പിന്നെ അച്ഛൻ പറയും, എൻ്റെ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയാൽ എല്ലാവരും ഞാൻ കൊല്ലും. ഞാൻ കുറേ ആൾക്കാരെ കൊന്നിട്ടുണ്ട്, നിൻ്റെ ഏട്ടനോടൊന്ന് പറഞ്ഞു വെച്ചേക്ക്. ആ സമയത്ത് ഡ്രൈവർ അങ്ങോട്ട് വരികയാണ്. സുധീഷ് നിധിയെ കാണാതെ ആകെ ടെൻഷനായിട്ട് ഇരിക്കുകയാണ്. ഹരീഷ് സുധിയെ ഇങ്ങനെ കളിയാക്കും. ആ സമയത്ത് കാറിൽ അവർ വന്ന് ഇറങ്ങാണ്. അച്ഛൻ്റെ കയ്യിലെ മുറി കാണുമ്പോൾ സുധി ഓടി വന്ന് ചോദിക്കും, എന്ത് പറ്റിയതാ? നീ വല്ലയിടത്തും കൊണ്ടുപോയി ഇടിച്ചോ? നിധി പറയും, ആക്സിഡൻ്റ് ഒന്നുമല്ല, അകത്ത് വാ പറയാം. സുധി ഡ്രൈവറോട് ചോദിക്കുമ്പോൾ അവൻ കാര്യം പറയും. സുഭാഷ് നിധിയോട് ചോദിക്കുമ്പോൾ നിധി കഥകളൊക്കെ പറയാണ്. സുധിക്കും, തൻ്റെ ചേട്ടനെന്താ വലിയ റൗഡിയാണോ? കത്തിയും കൈ വെച്ചാണോ നടക്കുന്നത്? ഇതുകൊണ്ടാണ് ഞാൻ കൂടെ വരാമെന്ന് പറയുന്നത്. അച്ഛനൊന്നും മിണ്ടാതെ തൂണിൽ ചാരി ഇങ്ങനെ ഇരിക്കുകയാണ്.